ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. മേയർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവാദങ്ങൾക്ക് വിരാമമായത്. മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് ഗ്രൗണ്ട് മാജിക് FC ക്ലബിന് കൊടുക്കുന്നതെന്ന് മേയർ. ഓപ്പറേഷൻ ഉംഘോറിൽ പരിശോധനയുമായി ED. പാലിയക്കരയിലെ വാഹന ഷോറൂമിൽ ഉൾപ്പെടെ 17 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ED. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണ കുറിപ്പുമായി റെയിൽവേ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് വിശദീകരണം. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി റെയിൽവേ പോലീസ്. കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. തിരുവില്ലാമല പഞ്ചായത്തിലെ പല പാടശേഖരങ്ങളിലും നെല്ല് സംഭരണം എങ്ങുമെത്തിയില്ലെന്ന് കർഷകർ. ചാവക്കാട് ഒരുമനയൂരിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. പവന് 90,000 രൂപ കടന്നു. ഇന്ന് വർദ്ധിച്ചത് പവന് 840 രൂപ. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. പാലസ് ഗ്രൗണ്ട് തുടർച്ചയായി 5 വർഷത്തേക്ക് സ്വകാര്യ ക്ലബിന് നൽകാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ. സർവകക്ഷി യോഗത്തിൽ എതിർത്തു. അതേസമയം ഗ്രൗണ്ട് മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് മാജിക് FC ക്ലബിന് കൊടുക്കുന്നതെന്ന് മേയർ വിശദീകരിച്ചു. സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ മാജിക് FCയുടെ മത്സരങ്ങൾ ഈ മാസം അവസാനം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്താൻ കഴിയുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ യോഗത്തിന് ശേഷം അറിയിച്ചു. ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത യോഗം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C. സുമേഷ്, സെക്രട്ടറി കുര്യൻ മാത്യു എന്നിവർ പറഞ്ഞു. ഭൂട്ടാൻ കാർ കടത്ത് അന്വേഷിക്കുന്ന ഓപ്പറേഷൻ ഉംഘോറിൽ പരിശോധനയുമായി ED. ദുൽഖർ സൽമാന്റെ 3 വീടുകളിൽ ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ഒരേ സമയമാണ് ED റെയ്ഡ് നടത്തിയത്. തൃശൂരിൽ പാലിയക്കരയിലെ ബാഡ് ബോയ്സ് ഗ്രൂപ്പിന്റെ ഷോറൂമിലും ED പരിശോധന നടത്തി. ആഡംബര യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, കാറുകൾ വാങ്ങിയതിന്റെ രേഖകൾ എന്നിവ ED പരിശോധിച്ചു. ട്രെയിനിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേ. ചികിത്സ നൽകുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റെയിൽവേയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. യാത്രക്കാർ വിവരം അറിയിച്ചപ്പോൾ തന്നെ ഡിവിഷണൽ കൺട്രോൾ ഓഫീസ് ഇടപെട്ടിരുന്നു. യാത്രക്കാരുടെ ഇടപെടൽ ചികിത്സ നൽകുന്നത് വൈകാൻ കാരണമായതായും റെയിൽവേയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ SP ഷഹിംഷയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം നടക്കുന്നത്. ശ്രീജിത്ത് യാത്ര ചെയ്തിരുന്ന ട്രെയിനിലെ കോച്ചിലെ യാത്രക്കാരിൽ നിന്നും മൊഴിയെടുക്കും. ശ്രീജിത്ത് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ചാലക്കുടി സ്വദേശി 26 വയസ്സുള്ള ശ്രീജിത്ത് മരണപ്പെടുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട ശ്രീജിത്തിനെ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയെങ്കിലും ആംബുലൻസ് എത്താൻ വൈകി. അരമണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ കിടത്തിയ ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊയ്ത്തു കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് 2ാം വിള ഇറക്കുന്ന പണികൾ നടക്കുമ്പോഴും തിരുവില്ലാമല പഞ്ചായത്തിൽ ഉൾപ്പെടെ നെല്ല് സംഭരണം എങ്ങുമെത്തിയില്ല. തിരുവല്ലോമല പഞ്ചായത്തിലെ മലേശമംഗലം ചെമ്പൻകോട് പാടശേഖരങ്ങളിൽ 80 ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. സപ്ലൈകോ വഴി നെല്ല് സംഭരിക്കുന്ന മില്ലുകളും സർക്കാരും തമ്മിൽ ധാരണയാവാത്തതാണ് നെല്ല് സംഭരണം വൈകുന്നതിന് കാരണം.
മയിലുകളുടെയും കാട്ടുപന്നികളുടെയും ശല്യം അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ലാണ് പലയിടങ്ങളിലെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി കെ ശ്രീകുമാറും പ്രസിഡന്റ് കറുവത്തൊടി ഉമ്മറും പറഞ്ഞു. ഞങ്ങളിപ്പോൾ പകുതിയോളം നെല്ല് ഏകദേശം ഒരു 2-3 മൂട്ടിൻ്റെ നെല്ല് ഏകദേശം ഒരു 5-6 ടണ്ണിന് നെല്ലോളം 16 രൂപയ്ക്കാണ് കൊടുത്തത്. ഓപ്പൺ മാർക്കറ്റിൽ 28-20 രൂപ തന്നിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ പൈസേൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഉണക്കാനുള്ളതും ഈ പാറയിൽ കൊണ്ടുവന്ന് മയിലിൻ്റെയും പന്നീൻ്റെയും ശല്യം ഒരുപാട് ചാക്കെല്ലാം കുത്തിപ്പൊളിക്കലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ആൾക്കാർ കളവും കൊണ്ടുപോയിട്ടുണ്ട്. നെല്ല് കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 ചാക്ക് പോയി, ഇപ്രാവശ്യം ഒരാൾ 3 ചാക്ക് ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നെല്ല് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളവർ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കുന്നതാണ്. പല കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. 1 ഏക്കറിന് 10,000 രൂപ വീതമാണ് പാട്ടക്കൂലി. കടമെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് കർഷകർ വിളയിറക്കിയിരുന്നത്. കടം താങ്ങാനാവാതെ ഭൂരിഭാഗം പേരും സ്വകാര്യ ഏജൻസികൾക്ക് നിസാര വിലയ്ക്ക് നെല്ല് വിറ്റൊഴിവാക്കി. 28 രൂപയിൽ കൂടുതൽ സപ്ലൈകോ വഴി കർഷകർക്ക് വില ലഭിക്കുമായിരുന്ന നെല്ലിന് സ്വകാര്യ ഏജൻസികൾ 16 രൂപ മുതൽ 20 രൂപ വരെയാണ് നൽകുന്നത്. രാത്രികാലങ്ങളിൽ നെല്ല് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവല്ലോമല. കാണാതായ കുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ കണ്ടെത്തി. വട്ടേക്കാട് സ്വദേശി കണ്ടാരശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. ഒരുമനയൂർ തെക്കേ തലക്കൽ ജുമാഅത്ത് പള്ളിയുടെ കുളത്തിലാണ് മൃതദേഹം കണ്ടത്. സുഹൃത്തുമായി പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു റസൽ. ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. സൈബർ പരിശോധനയിൽ കുട്ടിയുടെ മൊബൈൽ ചുള്ളിപ്പാടം പരിസരത്തെ ടവർ ലൊക്കേഷനിൽ കണ്ടെത്തി. തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ നടത്തി. പള്ളിക്കുളത്തിന് സമീപം ചെരുപ്പും വസ്ത്രങ്ങളും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്ന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. റസലും കൂട്ടുകാരനും കുളിക്കാൻ വരുന്നതും കൂട്ടുകാരൻ പിന്നീട് ഓടിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് കുളത്തിൽ തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടയിൽ റസൽ കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഇതുകണ്ട കൂട്ടുകാരൻ ഭയന്ന് ഓടിപ്പോയി. വിവരം ആരെയും അറിയിച്ചുമില്ല. TCV ന്യൂസ്, ചാവക്കാട്. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സ്വർണ്ണവില 90,000 രൂപ കടന്നു. പവന് 840 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഗ്രാമിന് 105 രൂപയും. ഇതോടെ 1 പവൻ സ്വർണത്തിന് 90,320 രൂപയിലെത്തി. ഈ വർഷം ഇതുവരെ 33,000-ലധികം രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ഈ നിലയിൽ വില ഉയരുന്നത് തുടർന്നാൽ വൈകാതെ പവന് 1 ലക്ഷം രൂപയിലേക്കെത്തും. ഇന്നലെ മാത്രം 1 പവന് 920 രൂപയാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ പ്രതിസന്ധിയാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് കാരണം. കഴിഞ്ഞ വർഷം ഡിസംബർ 31-ന് 56,880 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി അസാധുവാക്കിയ റിസർവ് ബാങ്ക് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാകാമെന്ന് ഭരണസമിതി ചെയർമാനായിരുന്ന MP ജാക്സൺ ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപടിക്ക് പിന്നിൽ BJPയുടെ അജണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബാങ്കിൽ RBI നടപടി വന്ന ഘട്ടത്തിൽ BJPയുടെ ദേശീയ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ താൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല. RBI നടപടികളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും MP ജാക്സൺ പറഞ്ഞു. തൃശൂർ നഗരത്തിൽ KSRTC റോഡ് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി വെളിയന്നൂർ ദിവാൻജി മൂല റോഡിൽ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കുറുക്കഞ്ചേരി, ഒല്ലൂർ, മാതൃഭൂമി ജംഗ്ഷൻ വഴി ദിവാൻജി മൂല ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൊക്കാല ജംഗ്ഷൻ, എമറാൾഡ് ജംഗ്ഷൻ, ദിവാൻജി മൂല, ചെട്ടിയങ്ങാടി വഴി പോകേണ്ടതാണ്. KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ പടിഞ്ഞാറേ ഗേറ്റ് വഴി ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും വടക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് പോകേണ്ടതുമാണെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളികകൾ ച്യൂയിംഗം പോലുള്ളതാണെന്ന് പരാതി. സെപ്റ്റംബർ മാസത്തിൽ രോഗികൾക്ക് നൽകിയ ഗുളികകളാണ് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ റബ്ബർ പോലുള്ളതാണെന്ന് പരാതി ഉയർന്നത്. പകുതി കഴിക്കേണ്ടവർക്ക് ഈ ഗുളികകൾ പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ആക്ഷേപം. ഗുളികകൾ ലഭിച്ചവർ പലരും പരാതിയുമായി എത്തിയപ്പോൾ ഇവ മാറ്റി നൽകിയതായും പറയുന്നു. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കലവറക്കുന്ന് ആശുപത്രിയിൽ നിന്നാണ് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചെന്ന് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ഗുളികയാണ് എനിക്ക് തന്നത്. ആ ഗുളിക പകുതി വെച്ച് കഴിക്കാൻ പറഞ്ഞു. അത് പൊട്ടിച്ചപ്പോൾ പൊട്ടുന്നില്ല, റബ്ബർ മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കത്രി വെച്ച് കട്ട് ചെയ്ത് പകുതി കുടിച്ചു. അന്നൊരു 5-10 ദിവസം ഞാൻ ഈ ഗുളിക കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി
ഈ ഗുളിക കുടിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് അവിടെ കൊടുത്തു. അപ്പോൾ അവർ ഈ ഗുളിക കഴിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാതി ഉയർന്ന മരുന്നുകളുടെ വിതരണം നിർത്തിവെക്കുകയും ഗുളിക പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ഇന്ന് കൊടിയേറും. വൈകിട്ട് വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. പള്ളിയിലെ പ്രധാന വഴിപാടായ പൂവൻകുല നേർച്ചയ്ക്കായി ആയിരക്കണക്കിന് വാഴക്കുലകളാണ് എത്തിച്ചിട്ടുള്ളത്. ഈ മാസം 11, 12 തീയതികളിലാണ് കൊരട്ടിമുത്തിയുടെ തിരുനാൾ. മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടെത്തിയ മൃതദേഹം പേരാമംഗലം സ്വദേശിയുടേത്. ചൊവ്വാഴ്ച രാവിലെ മാഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ വഴിമധ്യേ മരിക്കുകയായിരുന്നു. പേരാമംഗലം പൂനൂർ നെടിയിടത്ത് വീട്ടിൽ 38 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ആളെ തിരിച്ചറിയുന്ന രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ആളെ വ്യക്തമായത്. 1,08,00,000 രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാളിക്കടവ് സ്വദേശി അജ്സലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അല്ലബാർ പ്രവാസി കുടുംബ സംഗമം ശനിയാഴ്ച മണ്ണുത്തിയിൽ നടക്കും. അയ്യപ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമത്തിൽ 500ഓളം പേർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ് പറപ്പൂർ, സെക്രട്ടറി ജോണി ഇരിങ്ങാലക്കുട, ലിജോ കേച്ചേരി, ബിജു കട്ലപ്പൂവം എന്നിവർ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്ക് തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ 2ാം ഭാഗം ജനുവരി 25-ന് തൃശൂരിൽ നടക്കും. ഹാഫ് മാരത്തോൺ ചെയ്യുന്നവർക്കും എന്നാൽ മാരത്തോണിന് ലക്ഷ്യം വെക്കുന്നവർക്കുമായി ആദ്യ ചുവടുവയ്ക്കുന്ന നിലയിൽ കേരളത്തിൽ ആദ്യമായി 32 കിലോമീറ്റർ കൊണ്ടുവരുന്നതും തൃശൂരാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മറ്റ് കാറ്റഗറികളിലായി 42 കിലോമീറ്റർ ഫുൾ മാരത്തോൺ, 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നിവയും ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ റീമോൻ ആന്റണി, KR രാജേഷ്, R വിജയ്, VA രാമകൃഷ്ണൻ, വിപിൻ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പോർക്കുളം അക്കിക്കാവ് വെസ്റ്റ് സബ് രജിസ്ട്രാർ BRD റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ തർക്കം. പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗത്ത് അറ്റകുറ്റപ്പണികൾക്കായി മെറ്റലിടാതെ മണ്ണിട്ട് ഉയർത്താൻ കരാറുകാരൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. പഞ്ചായത്ത് അംഗം KA ജ്യോതിഷ്, മുൻ പഞ്ചായത്ത് അംഗം കവിത പ്രേംരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് പണി തടഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തുകയും കുഴികളിലിട്ട മെറ്റൽ നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. പ്രദേശവാസികളായ രജുല, വേണുഗോപാൽ, ജോർജ്, കുമാരൻ, ഫെബി എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി പഞ്ചായത്തിലെ കോന്നൻ ബസാറിലുള്ള നവീകരിച്ച പൊതുകുളം കണ്ടാൽ വലിയ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളമാണെന്നേ ആരും പറയൂ. ജലസമൃദ്ധിയിൽ നിറഞ്ഞുകിടക്കുന്ന കുളത്തിൽ നീന്തി തിമർക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100 കണക്കിന് പേരാണ് രാവിലെയും വൈകിട്ടും ഇവിടെ എത്തുന്നത്. ജില്ലാ പഞ്ചായത്തും പാവറട്ടി പഞ്ചായത്തും ചേർന്നാണ് പൊതുകുളം നവീകരിച്ച് മനോഹരമാക്കിയത്. ജില്ലാ പഞ്ചായത്ത് കടപ്പുറം ഡിവിഷൻ മെമ്പർ മുഹമ്മദ് ഗസാലിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഒരു ദേശം ഒരുമിച്ചെഴുതിയ വിജയഗാഥയിൽ ഒരു അധ്യായം കൂടെ പൂർത്തിയാവുകയാണ്. ഈ വികസന ഗാഥയിൽ ചേർന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുക. ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും MGNREGS ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും ചെലവിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പായലും പൂപ്പലും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ് കുളത്തിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് നവീകരിച്ച കുളം സ്വപ്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ വശങ്ങൾ പൈലിംഗ് നടത്തി കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. തകർന്ന സംരക്ഷണ ഭിത്തികളെല്ലാം കെട്ടിയ ശേഷം കുളത്തിലെ മണ്ണും ചെളിയും നീക്കം ചെയ്ത് 12 ചവിട്ടുപടികളും നിർമ്മിച്ചു. പിന്നീട് കുളത്തിന് ചുറ്റും മനോഹരമായ ചുറ്റുമതിലും ടൈൽ വിരിക്കലും ഇരിപ്പിടങ്ങൾ ഒരുക്കലും പൂർത്തിയാക്കി. TCV പാവറട്ടി.
സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ സ്കിൽ പൂരം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. ശനിയാഴ്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി. വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് വാർത്താസമ്മേളനത്തിലാണ് സ്കിൽ പൂരത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കുന്ന 1,00,000 വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിക്കാണ് ശനിയാഴ്ച തൃശൂരിൽ തുടക്കം കുറിക്കുന്നത്. രാവിലെ 8 മുതൽ ആരംഭിക്കുന്ന സ്കിൽ പൂരത്തിന്റെ ഉദ്ഘാടനം 9 മണിക്ക് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ സെഷനുകൾ നടക്കും. ഓരോ തൊഴിലിനും വേണ്ട നൈപുണ്യ പരിശീലനത്തിനുള്ള കോഴ്സുകൾക്ക് രൂപം നൽകും. ഇവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. ഈ കോഴ്സുകൾ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അതാത് കോളേജുകളാണ് ചെയ്യേണ്ടത്. പോളിടെക്നിക്കുകളിലും ITIകളിലും പഠനം പൂർത്തിയാക്കി ഇപ്പോഴും തൊഴിലന്വേഷകരായി തുടരുന്ന വിദ്യാർത്ഥികൾക്കും നൈപുണ്യ പരിശീലനം നൽകും. ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിലൂടെ ഇവർക്ക് ജോലി നൽകുന്നതിനുള്ള പ്രവർത്തനവും ഇതോടൊപ്പം നടക്കും. ആസൂത്രണ ഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിജ്ഞാന കേരളം തൃശൂർ ജനറൽ കൺവീനർ KV ജ്യോതിഷ് കുമാർ, KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പന്നിത്തടത്ത് ധർണ നടത്തി. കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, നേതാക്കളായ യാവൂട്ടി ചിറമനങ്ങാട്, സലാം വലിയകത്ത്, KM സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BS ഗവായിക്കെതിരെ കോടതി മുറിക്കുള്ളിൽ നടന്ന ആക്രമണത്തിൽ പട്ടികജാതി ക്ഷേമ സമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ CK ബൈജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ O രാജൻ, KK തങ്കം, VA സുരേഷ്, PK വത്സല, സോമൻ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 535 പോയിന്റോടെ കഴിമ്പ്രം VPMS SNDP ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 445 പോയിന്റ് നേടി എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. 2 ദിവസങ്ങളിലായി എടത്തുരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ സമ്മാനദാനം നടത്തി. ഭാഗമായിട്ടാണ് വിത്ത് ഉൾപ്പെടെ യന്ത്രവൽക്കരണം കളക്കുന്നതും എല്ലാം മരുന്നുകൾ. BJP എരുമപ്പെട്ടി സമ്പൂർണ്ണ മണ്ഡലം സമിതി യോഗം വെള്ളറക്കാട് നടന്നു. തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കോടിയെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി. നേതാക്കളായ വിഷ്ണു അമ്പാടി, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, രാജേഷ് കുട്ടഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്ത് കേരളോത്സവ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V നിഷമോൾ, KK പ്രിയംവദ, ബിജു തടത്തിവിള തുടങ്ങിയവർ സംസാരിച്ചു. 12-ാം തീയതി നവോദയ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. SKSSFന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടന്നു. ഹംസ അൻവരി കാഞ്ഞിരക്കോട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷമീർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷെഫീഖ്, മുസ്തഫ വളവ്, അജ്മൽ ഫൈസി, ജാസിർ ഫൈസി ഏലംകുളം തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുക്കിയ വിവിധ ലാബുകൾ, അഡീഷണൽ ക്ലാസ് മുറി എന്നിവയുടെ ഉദ്ഘാടനവും കിഡ്സ് അത്ലറ്റിക്സ് ഉപകരണങ്ങളുടെ കൈമാറ്റവും
കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, ഡോക്ടർ NJ ബിനോയ്, പ്രധാനാധ്യാപിക MK ഡെയ്നി, കൊടകര BPC TR അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ആയാസം ഇല്ലാതെ പഠിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൂത്തുകാവ് ദേവീക്ഷേത്രത്തിൽ തിമില പരിശീലന കളരിക്ക് തുടക്കമായി. കല്ലുവഴി ബാബുവിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം. പൂത്തുകാവ് ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ തച്ചിഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ആരവം ഭിന്നശേഷി കലോത്സവം നടന്നു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ പാട്ടുപാടി ചിത്രം വരച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, EV പ്രബീഷ്, മിനി ലിയോ എന്നിവർ സംസാരിച്ചു. മുണ്ടൂരിൽ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് റോഡിലെ ഡിവൈഡറിന് മുകളിലൂടെ മറുവശത്തെ റോഡിലേക്ക് ബസ് കടത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ TCV കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു. നിയമം പാലിക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മറ്റ് വാഹനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. ചേറ്റുപുഴ സരസ്വതി വിലാസം LP സ്കൂളിലെ 1993 ബാച്ചിന്റെ സംഗമം നടന്നു. കൗൺസിലർ അഡ്വക്കേറ്റ് റജീന ജിപ്സൺ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയായ വിദ്യുത് അധ്യക്ഷനായി. 1990 മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം സ്വീകരിച്ച എഴുത്തുകാരനും നാടകകൃത്തുമായ TP ഗോപാലൻ ഉൾപ്പെടെയുള്ള അനധ്യാപകരെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഹെൽത്ത് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. CG ജോബ്രാജ്, ബീന ചാക്കോ, KG പാറുക്കുട്ടി, PK വേലു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 38ാം ജില്ലാ സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വെൽഫെയർ സ്കീം ധനസഹായ വിതരണ ഉദ്ഘാടനം TJ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് AS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, CA ജോയ്, PG രാധാകൃഷ്ണൻ, AV നൌഫൽ എന്നിവർ പങ്കെടുത്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ബേക്ക് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 10, 11, 12 തീയതികളിൽ കൊച്ചി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന എക്സ്പോ ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള പ്രദർശകരുടെ 700-ൽ പരം സ്റ്റാളുകൾ എക്സ്പോയിൽ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കിരൺ S. പാലക്കൽ, PA ഇബ്രാഹിം, പോൾ ചെമ്മണ്ണൂർ, ജിജോ ജോൺ എന്നിവർ പങ്കെടുത്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ബോർഡ് സ്ഥാപിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അനാച്ഛാദനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, പ്രധാനാധ്യാപകൻ ജോഷി പോൾ എന്നിവർ സംസാരിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സായുജ് സുരേന്ദ്രൻ, KA ഹനീഫ, തോമസ് കൗങ്കൽ എന്നിവർ സംസാരിച്ചു. ഇത് ചെമ്പ് പാളികളാണ് എന്നാണ് എന്ന് വെച്ചാൽ ഇത് വളരെ മുൻകൂട്ടി. പുതുതായി നിർമ്മിച്ച ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുള്ള സർവീസ് റോഡുകൾ 2 ഭാഗത്തെയും ഗതാഗതം അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു.
വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇതിനെ ചൊല്ലി വാഹനമോടിക്കുന്നവർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RS ഗവായിക്ക് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിക്കെതിരെ വടക്കാഞ്ചേരിയിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ അനു റമീസ്, ശില്പ, വസന്ത, MS ഹെലേന എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. 13, 14 തീയതികളിൽ ഏനാമാവ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. കൺവീനർ TU ജെയ്സൺ, HM ഫോറം കൺവീനർ CF ജെയ്സൺ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PM മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള തീരദേശത്ത് വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ഹോട്ടലിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. കെട്ടുകണക്കിന് പാൽ പാക്കറ്റുകളും പുഴയോരത്ത് തള്ളിയിട്ടുണ്ട്. മാലിന്യം തള്ളിയ പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ തുടങ്ങിയവർ സന്ദർശിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ട കവറുകളാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ഒരാളെ വെച്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഹരിതകർമ്മസേന കൈമാറും. ഇതിൽ നിന്ന് വല്ല തെളിവുകൾ എന്തെങ്കിലും കിട്ടുന്ന മുറക്ക് അവർക്ക് നല്ലൊരു പിഴ തന്നെ, അതിനൊരു കുറവുണ്ടാവില്ല. ഈ മാലിന്യം കാണുന്ന ഭാഗത്തു നിന്ന് 50,000 രൂപ വരെ പിഴ ഇട്ടെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ഇതിൽ വല്ല തെളിവ് കിട്ടുകയെങ്കിൽ ചെയ്യാവുന്നതാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ MDMA വേട്ട. 70 ഗ്രാം MDMAയുമായി കണ്ണൂർ സ്വദേശി രാഖിൽ രവീന്ദ്രനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ്സ് സെൻട്രൽ സ്കൂളിൽ ശീതീകരിച്ച KG ക്ലാസും ഡിജിറ്റലൈസ്ഡ് ക്ലാസും കുട്ടികൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് ധനേഷ് KG ക്ലാസിന്റെയും വാർഡ് മെമ്പർ രാജശ്രീ ഗോപകുമാർ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ടിറ്റോ മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ക്ലമന്റ് ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് ഷൈൻ റാഫേൽ, സ്കൂൾ ട്രസ്റ്റ് മെമ്പർ TJ ജോൺ, പ്രിൻസിപ്പൽ സുഭനി ധനേഷ്, KP നിഷിത എന്നിവർ സംസാരിച്ചു. പന്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം KK രാജൻ അധ്യക്ഷനായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,290, പവന് 90,320. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. മേയർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവാദങ്ങൾക്ക് വിരാമമായത്. മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് ഗ്രൗണ്ട് മാജിക് FC ക്ലബിന് കൊടുക്കുന്നതെന്ന് മേയർ. ഓപ്പറേഷൻ നുംഘോറിൽ പരിശോധനയുമായി ED. വാലിയക്കരയിലെ വാഹന ഷോറൂമിൽ ഉൾപ്പെടെ 17 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ED. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണ കുറിപ്പുമായി റെയിൽവേ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന വിശദീകരണം. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി റെയിൽവേ പോലീസ്.
കൊയ്ത്ത് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. തിരുവില്ലാമല പഞ്ചായത്തിലെ പല പാടശേഖരങ്ങളിലും നെല്ല് സംഭരണം എങ്ങും എത്തിയില്ലെന്ന് കർഷകർ. ചാവക്കാട് ഒരുമനയൂരിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. പവന് 90,000 രൂപ കടന്നു. ഇന്ന് വർദ്ധിച്ചത് പവന് 840 രൂപ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.